അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ ലിവഹ്ലുൻ ഉഖ്ദതൻ മിൻ ലിസാനീ വയഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടുവാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു ഹദീസ് മനസ്സിലാക്കാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ സൂറത്താണ്. അതിൽ 2-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹു പറയുന്നു, തീർച്ചയായും ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ, തീർച്ചയായും സത്യവിശ്വാസികൾ, ഇദാ ദുകിറല്ലാഹ, അള്ളാഹുവിനെ പറ്റി പറയുന്നത് കേട്ടാൽ, അള്ളാഹുവിൻ്റെ മഹത്വം വിവരിക്കുന്നത് കേട്ടാൽ, വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയന്ന് വിറയ്ക്കും, അവരുടെ ഹൃദയങ്ങൾ വന്ന് നടുങ്ങുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരോട് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ അവർ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അവരാണ് സത്യവിശ്വാസികൾ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവർ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരെന്നാണ് സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തവക്കുൽ എന്നത് ബാഹ്യവും ആന്തരികവുമായ പ്രാർത്ഥനയാണ്. പ്രേ ആൻഡ് വർക്ക്. സർവശക്തനായ നാഥ, ഞാനിതാ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചു, ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ് നാഥ. ഇതാണ്, ഈ പ്രതിജ്ഞയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് 3-ൽ 1 ഉത്തരം നമുക്ക് തീർച്ചയായും തരും. ഒന്ന്, പ്രാർത്ഥന നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് അത് നമുക്ക് അള്ളാഹു സഫലമാക്കി തരും. 2-മത്, പ്രാർത്ഥനയുടെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന തടസ്സങ്ങളെ അള്ളാഹു ദൂരീകരിക്കും. 3-മത്, ആ പ്രാർത്ഥനയുടെ പ്രതിഫലം നാളെ പരലോകത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി അള്ളാഹു സൂക്ഷിക്കും. ഒരിക്കലും പ്രാർത്ഥന ഫലപ്പെടാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന. കൂടുതൽ ചോദിക്കുന്നവരോട് അള്ളാഹുവിന് ഇഷ്ടമാണെന്നും, ചോദിക്കാൻ കോപിക്കുന്നവരോട് അള്ളാഹു മടിക്കുന്നു എന്നും, അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം.
പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഞാൻ ഈ പാരായണം ചെയ്യാൻ പോകുന്ന ഈ ആയത്ത് ശ്രദ്ധിക്കുക. സൂറത്തിൽ മുഅ്മിൻ 40-ാമത്തെ സൂറത്താണ്. അതിൽ 60-ാമത്തെ ഒരായത്താണ്. അള്ളാഹു പറയുന്നു, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന സർവശക്തനായ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു ആയത്താണിത്. നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഹിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എൻ്റെ ആരാധനയിൽ എന്നെ ആരാധിക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിക്കുന്നവരാരോ സയദ്ഖുലൂന ജഹന്നമ ദാഹിരീൻ, നിന്ദ്യമായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് തീർച്ചയാണ് അള്ളാഹു പറയുകയാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം, അടിവരയിട്ട് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുക. പിന്നെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുന്നത് ചില അദബുകളുണ്ട്, ചില നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് ദുആ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് ആരംഭിക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫഅദൂഹു ബിഹാ. അള്ളാഹുവിന് ഏറ്റവും നല്ല ഇസ്മുകളുണ്ട്, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ തിസ്ഇൻ വ തിസ്ഈന ഇസ്മൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 99 പേരുകളുണ്ട്, 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ, ആരെങ്കിലും ഈ നാമങ്ങൾ ഹൃദയസ്ഥമാക്കിയാൽ, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയസ്ഥമാക്കിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നതാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക, നമ്മൾ തെറ്റുകളിൽ നിന്നും ഒഴിവായിരിക്കുക, ദുആ പശ്ചാത്തപിച്ച് മടങ്ങുക. അത് കൂടാതെ നമ്മൾ നമസ്കാരം, ദിക്ർ, സലാത്തുകൾ ഇവ വർദ്ധിപ്പിക്കണം. ഇതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു ദുആ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ സർവ്വസ്വവും നമ്മൾ ദുആ സമയത്ത് അള്ളാഹുവിനോട് ഏൽപ്പിക്കുക. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നും ഉയരുന്ന ആത്മനാഥമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. ആ സർവ്വസ്വം അർപ്പിക്കുക എന്നത് അള്ളാഹുവിനോട് നമ്മൾ പറയണം, അള്ളാഹുവേ ഇന്നലക്ക അള്ളാഹുമലക്ക അസ്ലംതു, അള്ളാഹുവേ ഞാനിതാ നിന്നോട് നിരുപാധികം കീഴ്പ്പെട്ടിരിക്കുന്നു. ഒബിക്കാമെന്തു, നിന്നിലേക്കാണ് നാഥ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. വലൈക്ക തവക്കൽതു, നിന്നിലേക്കാണ് ഞാൻ പരമേൽപ്പിക്കുന്നത്. വയിലൈക്ക അനബുത്തു, നിന്നിലേക്കാണ് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നത്. ഒബിക്കഹാസംതു, നിന്നിലേക്കാണ് ഞാൻ വാദിക്കുന്നത് നാഥ. ഈ ഒരു അർപ്പണബോധം നമ്മുടെ മനസ്സിൽ നിലകൊള്ളണം. അങ്ങനെ നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങൾ നീട്ടി അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അത് സാധിച്ചു തരാതെ കൈ നിരാശരായി മടക്കുന്നതിന് അള്ളാഹു മടിക്കുന്നു എന്ന് സഹാബി പ്രമുഖനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. നമുക്കതിൽ ചില ഉദാഹരണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ അൻബിയാ 21-ാമത്തെ സൂറത്താണ്. അതിൽ 87-88 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥന കൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇത് 87-88 ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിലകപ്പെട്ടു. ആഴിയുടെ അടിത്തട്ടിൽ നിശയുടെ നിശബ്ദതയിൽ 3 തരം ഇരുട്ടിലകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആ മത്സ്യവയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഫനാദാ ഫിൽ ളുലുമാത്ത്,
ഇരുട്ടുകളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വിളിച്ച സന്ദർഭം. ഇരുട്ടുകൾ എന്നുദ്ദേശിക്കുന്നത് ഖുർആൻ പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നു, ഒന്ന് രാത്രിയുടെ ഇരുട്ട്, ഒന്ന് കടലിൻ്റെ ഇരുട്ട്, ഒന്ന് മത്സ്യത്തിൻ്റെ ആമാശയത്തിലെ ഇരുട്ട്. ഇങ്ങനെ ഈ 3 തരം ഇരുട്ടാണെന്നാണ് ഖുർആൻ പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നത്. ഈ 3 തരം ഇരുട്ടിലകപ്പെട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത, ആരാധനയ്ക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല നാഥ. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധൻ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു നാഥ. ഈ ദുആയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നു. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിൻ്റെ ദുആയ്ക്ക് ഉത്തരം കൊടുത്തു. ഫനജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മിനൽ അമ്മി, ദുഃഖത്തിൽ നിന്നും, അദ്ദേഹത്തിന് നേരിട്ട ദുഃഖത്തിൽ നിന്നും നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു അടുത്ത ഇതിൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, നമുക്കെല്ലാം ഒരു ഗുണപാഠമാണ് ഈ ആയത്ത്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരമാണ് ഞാൻ സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന ഒരിക്കലും പാഴാകുകയില്ല. മത്സ്യവയറ്റിൽ കിടന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ ദുആ കൊണ്ടാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. അതുപോലെ നമ്മളുടെ പ്രാർത്ഥന ഒരിക്കലും ഫലപ്പെടാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്ന എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ കുടുംബങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം നിൻ്റെ ഖബറെന്ന വീട്ടിലാണ് നാഥ. അവർക്കെല്ലാം നിൻ്റെ മഗ്ഫിറത്തും അർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് എന്തെല്ലാം പാപം വന്നു പോയിട്ടുണ്ടെങ്കിലും നാഥ, നീ അത് പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹു മണ്ണറയാകുന്ന അവരുടെ ഖബറുകളെ നീ മണിയറയാക്കണേ അല്ലാ. അല്ലാഹുവേ, സുഖമായ ഉറക്കം നീ ആ ഖബറിൽ അവർക്ക് കൊടുക്കണേ അല്ലാ. ഖിയാമത്ത് നാളോളം നിൻ്റെ അനുഗ്രഹീത ഉറക്കം അവർക്ക് കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാ, ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا ونكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.